മനസ്സിലാക്കാവുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം. സെഷൻ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഈ ഒരു PDF ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. അല്ലാതെ നിങ്ങൾ സിസ്റ്റത്തിൽ കാണേണ്ടി വരും. സിസ്റ്റത്തിലാകുമ്പോൾ ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണക്കാരായ എല്ലാവരും ഞാൻ പറഞ്ഞു, നമ്മൾ എന്ന് പറയുന്നത് എനർജി ഇൻ മോഷൻ ആണ്. ഇമോഷൻ എന്ന് പറയുന്ന സംഭവം. നമ്മൾ എന്ന് പറയുന്നത് ഒരു സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു എനർജി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ആത്മാവായിട്ട്, അല്ലെ, സ്പിരിച്വലി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്. അപ്പൊ നമ്മളുടെ ഡെയിലി ലൈഫിലെ തോട്ട് പാറ്റേൺസിനെ കുറിച്ച് ഞാൻ സെഷൻസിൽ പറയാറുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകള് അധിക പേരും അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ചാർട്ടില് അവരുടെ എനർജി ലെവല് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ താഴത്തെ സ്ക്രീന് ഞാൻ മൗസ് സ്ക്രോൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതെ, എന്റെ മൗസിന്റെ ഓക്കെ ഓക്കെ. താഴത്ത് കാണുന്ന ഈ ഒരു ചാർട്ട് റെഡ് കളറിലായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ഇത് നോർമലി അതെ. ഞാൻ പെയ്ഡ് സെഷൻസിലൊക്കെ കൊടുക്കുന്ന ഒരു സെഷന്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിൽ ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഫിയറിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സെഷൻ ഇതിൽ വെച്ചത് കേട്ടോ. അപ്പോ ഇതില് ഫിയർ എന്നുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലേ, ഈ റെഡ് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഏരോ കാണിച്ചിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അത് എന്ന് പറയുന്നത് ഇവിടെ അതിന്റെ ഈ താഴത്തുനിന്ന് മേലത്തേക്കാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 0 എന്നുള്ള ഒരു മെഷർമെന്റ് കാണുന്നുണ്ട്. അതായത് എനർജി ഫ്രീക്വൻസി എന്ന് പറയുന്നത് കാണുന്നില്ലേ? നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ, ഏകദേശം പറയുന്ന കാര്യങ്ങള്. 0 എന്ന ഒരു എനർജി ലെവൽ, നമ്മളിൽ നിന്നും എനർജി പോകുന്ന ഒരു അവസ്ഥയാണ് ഡെത്ത് എന്ന് പറയുന്നത്, അല്ലെ? ആത്മാവ് പോകുന്ന ഒരു അവസ്ഥയാണ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് സ്ഥാനമില്ല, അതെ. അല്ലെ? നമ്മുടെ ജീവനില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്ത്, ഡെത്ത് എന്ന് പറയുന്ന സംഭവം. ദെൻ അതിന്റെ മേലേക്ക് കയറുമ്പോൾ നമ്മൾ സാധാരണക്കാരായ ആളുകളൊക്കെയും ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു ഷെയിം. ദെൻ 20 ആണ് അതിന്റെ എനർജി ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എത്രയിലാണ് ഈ പറയുന്നത്? 100 വരെ പോകാൻ പറ്റുന്ന ഒരു എനർജി ലെവലാണ്. ബട്ട് ഷെയിം ആയിട്ട് നമ്മൾ സ്വന്തത്തെ കുറിച്ചും ആളുകളെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എനർജി ലെവല് എന്ന് പറയുന്നത് ഷെയിം ആണ്. ഷെയിം, ബാക്കിയുള്ളവരെ ഷെയിം ചെയ്യുക, നമ്മളെ ഷെയിം ചെയ്യുന്ന ഒരു അവസ്ഥ. ദെൻ ഗിൽട്ട്, അപ്പതി, ഗ്രീഫ്, ഫിയർ. അപ്പോ ഇങ്ങനെ, അതായത് നമ്മൾക്ക് പറയുകയാണെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, കുറ്റബോധം, അസൂയ, അതേപോലെ ദേഷ്യം, ഇങ്ങനെയുള്ള സ്റ്റേറ്റിൽ നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥ. ഒന്നിലൊരു ഹോപ്പ് ഇല്ലാതെ 200ന്റെ താഴത്തേക്ക് എനർജി ലെവലിൽ ജീവിക്കുന്ന ആളുകളാണ് ഒരു 85% മനുഷ്യന്മാർ. അതായത് കറേജ്, സ്വന്തത്തിൽ ഒരു കറേജ് ഇല്ലാതെ, നമുക്ക് നമ്മളിൽ ഒരു കറേജും കാര്യങ്ങളും ഇല്ലാണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ള നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പ്രശ്നമാകുന്നത്, അല്ലെ? അപ്പൊ ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇവർക്ക് ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്ലെയിം ആയിരിക്കും, റീഗ്രറ്റ് ആയിരിക്കും, ആങ്സൈറ്റി ആയിരിക്കും, ക്രേവിംഗ് ആയിരിക്കും, ഹെയ്റ്റ് ആയിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ആയിരിക്കും അവരെ ലൈഫ് പോകുന്നത് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ എനർജി ലെവലിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ സാധാരണക്കാരായ 20% മുതൽ 15% ആളുകൾ മാത്രമേ ഈ 200 എന്ന ലെവലിൽ ജീവിക്കുന്ന ആളുകളുള്ളൂ. അതായത് കറേജിൽ, സ്വന്തത്തിൽ ഒരു കറേജും കാര്യങ്ങളും വെച്ചുകൊണ്ട് ലൈഫിനെ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോ ഇവര് എല്ലാത്തിനും ഇങ്ങനെ മറ്റുള്ളവരെ ചായത്തി പറയും, എന്താ പറയാ, ഈവിൾ ആണ്, എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത് ഇവര് കാരണമാണ്, എന്റെ ഈ ഫാമിലിയിലേക്ക് ഞാൻ വന്നത് കൊണ്ടാണ്, ഈ പാരന്റ്സിന്റെ മക്കളായി ജനിച്ചത് കൊണ്ടാണ്, എന്റെ കുട്ടി ഇങ്ങനെ ആയത് എന്റെ കുട്ടി ആയത് കൊണ്ടാണ്. സ്വന്തത്തെയും തിരിച്ചും മറിച്ചും നമ്മൾ ആ ഒരു എന്താ പറയാ, എല്ലാത്തിലും ഒരു കുറ്റബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ കേസ് പറയുകയാണെങ്കിൽ ഇവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ 200 എന്നുള്ള ഒരു എനർജി ലെവലിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് എന്താവുന്നത്, കറേജ് എന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറുന്നത്. ഓക്കെ, അതിന് താഴത്ത് 175, 150. ഇപ്പൊ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു 200ന്റെ മുകളിലും, അല്ലെങ്കിൽ 200 എത്താൻ ആഗ്രഹിച്ചുകൊണ്ടും, അല്ലെങ്കിൽ എന്താ പറയാ, ഇതിന്റെ എല്ലാം മുകളിലേക്ക് പോകണം എന്നുള്ള ഒരു ഹോപ്പോട് കൂടി ഈവൻ ഈ സെഷൻസിൽ വന്ന ആളുകൾക്ക് പോലും ആ ഒരു എനർജി ലെവലിലേക്ക്
കേറാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ കേറിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അതിന് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാം. സാധാരണക്കാരായ ആളുകൾ, കുറെ ആളുകൾക്ക് ഇതിന്റെ ലിങ്ക് കിട്ടുന്നില്ലേ? ഗ്രൂപ്പിൽ തന്നെ ഇപ്പം സാഹചര്യങ്ങൾ ഉണ്ടാവാം, എന്നാലും ഒരു 10% ആളുകൾ പോലും നമ്മളെ സെഷൻസിൽ അധികവും കേറാറില്ല എന്നുള്ളതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 400ന്റെ മേലെ ഒരു ഗ്രൂപ്പിലുണ്ട്. അങ്ങനെ 3-4 ഗ്രൂപ്പുകളുണ്ട്. അപ്പോ ചിലര് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് പറഞ്ഞു തന്നത് ആ പെർസെന്റേജ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാണ്ടോ? കറേജ് എന്നുള്ള അതിനെ കേൾക്കാൻ പോലും സാഹചര്യങ്ങൾ, ലിമിറ്റേഷൻസ്, ഇറ്റ്സ് ഓക്കെ. അല്ലാണ്ട് തന്നെ സൂമിന്റെ ലിങ്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഈ ക്ലാസ്സിൽ മാത്രമല്ല, മൊത്തത്തിൽ സെൽഫിനെ കുറിച്ച് പഠിക്കാനും ലൈഫിനെ കുറിച്ച് പഠിക്കാനും കറേജിനെ കുറിച്ച് പഠിക്കാനും അല്ലെ, ഈ ടോപ്പിക് കണ്ടപ്പോ തന്നെ അയ്യോ ഇതെനിക്ക് പറഞ്ഞ ടോപ്പിക് അല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് പോലും അങ്ങനെ ഉണ്ടാവാം എന്ന് പറയാണ് സാഹചര്യമായിട്ട്. അപ്പോ കറേജ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് നമ്മളെ ലൈഫ് മാറുമ്പോഴാണ് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് മാറി നിൽക്കാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ചാർട്ടില് 200ന്റെ മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, മുകളിലേക്ക് എത്തിയ ആളുകളുമാണ് നമ്മളിൽ മിക്കവരും. അപ്പോ 200 മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് എന്തെന്ന സ്വന്തത്തിലൊരു ട്രസ്റ്റും, അത് എന്താവും, നമ്മളുമായിട്ടുള്ള യുദ്ധമാണ് എക്സ്റ്റേണലി നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും. ഞാൻ ബിലീഫ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നു കഴിഞ്ഞ സെഷനിൽ. ബിലീഫ് സിസ്റ്റത്തില് എന്നെ എല്ലാരും അവഗണിക്കുന്നു, അല്ലെ ഞാൻ അത്ര പോരാ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, അല്ലെങ്കിൽ ഫിയർ ഫാക്ടേഴ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇതിൽ കാണുന്നത് 200ന്റെ താഴത്തിലുള്ള ആളുകൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര ഫിയർ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ മരണഭയം, അവഗണിക്കപ്പെടുമോ, സോഷ്യലി അവഗണിക്കപ്പെടുമോ, ആളുകൾ അവഗണിക്കപ്പെടുമോ എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ് 200ന്റെ. ഈ ഫിയർ ആണ് അവരുടെ മെയിൻ ഇമോഷൻ എന്ന് പറയുന്നത്. അത് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു അൺകണ്ടീഷണൽ ലവ് ആയിട്ടുള്ള എല്ലാത്തിനെയും ഒരേപോലെ കാണാനുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതാണ് ഏറ്റവും മാക്സിമം ഹൈ ലെവൽ ഓഫ് എനർജി എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ്. ആര് നമ്മളെ ഒന്ന് ഇപ്പൊ പറയില്ലേ, പ്രൊഫിറ്റ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവര് അത്രയും പേഷ്യൻസ് ആയിരുന്നു അവരുടെ ലൈഫിൽ, അല്ലെ? എന്ത് തന്നെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും അവരെല്ലാം അൺകണ്ടീഷണൽ ആയിരുന്നു എല്ലാ കാര്യത്തിലും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നതാണ് എൻലൈറ്റ്മെന്റ് സ്റ്റേറ്റ്, അല്ലെ? പറയാം. ഈ 700ന്റെ മുകളിലേക്കൊക്കെ പോകുമ്പോ അവരത്രയും സറണ്ടേർഡ് ആയിട്ടുള്ള മൈൻഡ്, പേഷ്യൻസ്, എല്ലാം തന്നെ അവരുടെ ലൈഫിന്റെ ഭാഗമായി. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ 250 ആകുമ്പോൾ ഒരു ന്യൂട്രാലിറ്റി സ്റ്റേറ്റിലേക്ക് വരും. നമ്മളിൽ തന്നെ ട്രസ്റ്റ് വരാൻ തുടങ്ങും, സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങും. പിന്നെ എന്തെങ്കിലും ഒരു പർപ്പസ് തേടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്, ഞാൻ സംസാരിക്കുന്നത് എന്തിനാണ്, ഞാൻ ആളുകളോട് എന്തെങ്കിലും അനാവശ്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതെന്തിനാണ്, എല്ലാം ഒരു പർപ്പസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിന്റെ സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു എനർജി. മുകളിലേക്ക് പോകുമ്പോൾ 250 മേലേക്ക് പോയി 310, 350, 400, പിന്നെ ഇന്നർ ലൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും നമ്മളുടെ ഹോപ്പും നമ്മളെ മീനിങ് ഫുൾ ആയിട്ട് എല്ലാത്തിനെയും ഒരു മീനിങ് ഫുള്ളോട് കൂടി, ഹോപ്പോട് കൂടി ജീവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ദെൻ 440ന്റെ എല്ലാം മുകളിലേക്ക് വരുമ്പോൾ ഫുള്ളി ഒരു നമ്മുടെ ഓറ തന്നെ മാറിയിട്ടുണ്ടാവും, അല്ലെ? ഗ്രീൻ കളർ മാറിയത് കണ്ടില്ലേ? ഫസ്റ്റ് റെഡ് ആയിരുന്നു, പിന്നെ ഒരു ഓറഞ്ചിലേക്ക് പോയി, പിന്നെ ഒരു യെല്ലോ ഗ്രീനിലേക്ക് മാറി. പിന്നെ നമ്മുടെ ഹാർട്ടിന്റെ കളർ എന്താ? ലവ്. ഹാർട്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ലവ് സ്റ്റേറ്റ് ആണ്, അല്ലെ? ഹാർട്ടിനെ എപ്പോഴും കാണുന്നത് ഒരു ലവ് എന്നുള്ള സ്റ്റേറ്റ് ആണ്. അപ്പോ ഇതിലെ മുകളിലേക്ക് കയറുമ്പോഴാണ് കളറ് മാറി ലവ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറുന്നത്. വൺനെസ്സിലേക്ക് മാറും, ഇന്നർ ലവ്, അങ്ങനെ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 300 എബോവിലേക്ക് മാറിയാൽ തന്നെ നമ്മൾ ലൈഫ് രക്ഷപ്പെട്ടു. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ലെവലിലേക്ക് നമ്മളെ ലൈഫ് കാണാൻ ട്രൈ ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടാൽ തന്നെ നമ്മൾ ഒരു വിധത്തിൽ ലൈഫ് സ്റ്റേബിൾ ആക്കാൻ കഴിഞ്ഞു. അതിനെന്ത് വേണം? നമ്മുടെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ അലൈൻഡ് ആവണം. മൈൻഡ്, ബോഡി ആൻഡ് സോൾ അലൈൻമെന്റ് എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും, നമ്മുടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നല്ല എനർജി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഇത് മൂന്നും കൂടി അലൈൻഡ് ആകുമ്പോഴാണ് ഒരാളുടെ ലൈഫിനൊരു ലൈഫ്
സ്റ്റേബിൾ ആയി എന്നൊക്കെ പറയാം. സ്റ്റേബിള് അല്ലെങ്കിൽ നമ്മൾ പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിയർ സ്റ്റേറ്റിൽ നിന്നും വിട്ടാൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചാർട്ടില് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ പറഞ്ഞ കാര്യത്തില്? ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ ഈ ഒരു ചാർട്ട്. ചാർട്ട് കാണുന്നുണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ചത് വളരെ ചെറുതെന്നുള്ള ആ ഒരു ഓക്കെ. കുഴപ്പമാണ്. അത് സ്ക്രീന് നിങ്ങളുടെ ചെറുതായതുകൊണ്ടാണേ. അല്ല, അതെ ചാർട്ട് അതെ ചെറുതായി ഡബിൾ ക്ലിക്ക് 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ അത് സൂം ആവുന്നുണ്ട് കേട്ടോ, കാണാൻ ആ പറ്റുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ. എന്തായാലും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നോ പ്രോബ്ലം. അപ്പൊ ഇങ്ങനെയാണ്. അപ്പോ ഇതിന്റെ ഒരു ബേസിക്കലി പറയുകയാണെങ്കിൽ എനർജിയാണ്, നമുക്കുള്ളിലുള്ള എനർജിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് വേണം? ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആവണം. ഇമോഷണലി സ്റ്റേബിൾ ആവുന്നത് എങ്ങനെ? നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഇമോഷണലി അൺസ്റ്റേബിൾ ആക്കുന്ന ഒരവസ്ഥയാണ് എന്ത്? നമുക്ക് മറ്റുള്ളവരുമായി റിലേഷൻഷിപ്പിൽ ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, ഭയങ്കര മറ്റുള്ള ജഡ്ജ് ചെയ്യുന്ന സ്വഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഗ്രീഫ് ആയിട്ടുള്ള സ്വഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളെ എനർജി കുറക്കും. ബാക്കിയുള്ളവരെ ഇത് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരാലോചിക്കുന്ന പോലും കാര്യമായിട്ടില്ല. ഇതിൽ ഫസ്റ്റ് വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ഇമോഷൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ഇമോഷൻസ് നമ്മൾ ലൈഫിൽ നമ്മളുടെ ഒരു സ്റ്റേറ്റിൽ അതായത് ഞാൻ ഈ സെഷന് ഇപ്പൊ എടുക്കുമ്പോൾ ഇതിലുള്ള ആളുകൾക്ക് എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് ഇത് വ്യൂ ചെയ്യുന്നത്, എനിക്കറിയാം. ചിലര് ഈ പറയുന്ന കറേജ് സ്റ്റേജിൽ നിന്നുകൊണ്ടായിരിക്കും, ചിലര് ലവ് സ്റ്റേജിൽ നിന്നുകൊണ്ടായിരിക്കും, ചിലര് ഷെയിംഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും. അപ്പോ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന പോയിന്റ് പോലും നമ്മളുമായിട്ടുള്ള യുദ്ധം എത്രത്തോളം കൂടുതലാണോ അത്രത്തോളാണ് നമ്മളുടെ കറേജ് ലെവല് താഴത്തേക്ക് പോകുന്നത്. അപ്പോ നിങ്ങള് പുറത്തേക്ക് നോക്കണ്ട, നിങ്ങളുമായിട്ട് കറേജിലാണോ ഉള്ളത്, നിങ്ങളുമായിട്ട് ഉള്ള ലവബിൾ ആണോ, നിങ്ങൾക്ക് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് ആണോ എങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങളും നിങ്ങൾ അനുകൂലമായിട്ട് വരാൻ തുടങ്ങുന്നുള്ളതാണ്. ഈ പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെയോ ശരിയാക്കാനുണ്ട് എന്നുള്ള സൂചനകൾ മാത്രമാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പുറത്തുനിന്ന് നമ്മളിലേക്ക് നമ്മളുമായിട്ട് മാത്രമാണ് പ്രശ്നമുള്ളൂ. നമ്മളും പുറത്തുള്ള ആളുകളുമായിട്ടല്ല പ്രശ്നം. നമ്മൾ എത്രത്തോളം നമ്മളുമായിട്ട് പ്രശ്നത്തിലാണോ കിടക്കുന്നത് അതിങ്ങനെ നമ്മൾക്ക് പുറത്തുനിന്ന് റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് ഭയത്തിലാണ് കിടക്കുന്നതെങ്കിൽ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകളും കേൾവികളും സെഷനിൽ കഴിഞ്ഞ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെയായിരിക്കും. മുന്നോട്ടേക്ക് ചിന്തിക്കുമ്പോൾ കറേജ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നു എങ്കിൽ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ 200ന്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. നിർഭാഗ്യവശാൽ സാധാരണക്കാരായി എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 15% ആളുകൾക്ക് മാത്രമേ ഒരു 200ന്റെ ലെവലിൽ മുകളിൽ എനർജി വൈബ്രേഷനിൽ ജീവിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ക്ലാസ് സ്റ്റാർട്ടിങ്ങിന് ഒരു എനർജി കോൺഷ്യസ്നെസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇത് നമ്മൾക്ക് മെഷർ ചെയ്തിട്ടുള്ള കണ്ടുപിടിക്കാനുള്ള ഒരു അവസ്ഥ ഇന്നുണ്ട് കേട്ടോ. ഇന്ന് പഠനങ്ങളിലുണ്ട്. നമ്മളുടെ എനർജി കോൺഷ്യസ്നെസ്, മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ചെക്ക് ചെയ്യാനുള്ള സിസ്റ്റം വരെ ഇന്ന് അപ്ഡേറ്റഡ് ആണ്. അപ്പോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കും. കുറച്ച് ഇൻഫർമേഷൻ ആയിട്ട് ഇത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒന്നും കൂടെ ക്ലാരിറ്റി ആവുന്നുണ്ട്. ചില സമയങ്ങളിൽ താഴ്ന്നിട്ടായിരിക്കും, ചില സമയങ്ങളിൽ കുറച്ച് നല്ല ഒരു പീസ്ഫുൾ ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് കിട്ടുന്നു, ചില സമയത്ത് ലവ് ആയിരിക്കും. അങ്ങനെ ഓരോ അവസ്ഥയാണ്. അപ്പോ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. അപ്പൊ അവിടുത്തെ നെറ്റിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. അപ്പൊ എനിക്ക് ആകെ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു വല്ലാത്ത ഇതായി. കാരണം ഈ ഇന്നത്തെ ദിവസത്തിനെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പം കഴിഞ്ഞ 2 പ്രാവശ്യം ഈ സമയത്തിന്റെ ഇതുകൊണ്ട് എനിക്ക് ശരിക്കും അപ്പൊ ഇത് നെറ്റും ഇതില് ആക്റ്റീവ് ആവുന്നില്ല. അപ്പൊ ഞാൻ ഒരുപാട് ഇതായി പിന്നെ ഇവിടെ വന്നു. അപ്പം
എന്നെ സംബന്ധിച്ച് ഇപ്പൊ ആദ്യം പറഞ്ഞ കാര്യം ഇപ്പം ഈ എനിക്ക് ഫീൽ ചെയ്യുന്നത്, കാരണം എനിക്ക് മനസ്സിലായി ഇതില് ഒരു വലിയൊരു എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ വേദിയാണിത്. അപ്പം ഈ സെൽഫിന്ന് തുടങ്ങുന്ന ഈ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം എനിക്ക് നഷ്ടപ്പെടാമെന്ന് പറയുന്നത് ഒരു വല്ലാത്തത്. ഞാൻ ഒരു മിനിറ്റ് കൊണ്ടാണ് വേർത്ത് കുളിച്ച് ഇതില് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്റെ ഒരു വലിയ നഷ്ടമാണെന്നുള്ളത്. അപ്പൊ എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായി, അതിനെ എന്നെ ഇവിടെ എത്തിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ എന്റെ പറഞ്ഞു വെച്ചാൽ ആ ഇത് നമ്മുടെ ഹാർട്ടായിട്ട് കണക്ഷൻ ആയിട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പോ നമ്മള് മുസ്തഫാക്ക പറഞ്ഞതുപോലെ ഇപ്പൊ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അനുകൂലമായിട്ട് വരുന്നത് നമ്മൾക്കുള്ളിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ആന്റിന പോലെ നിൽക്കുമ്പോൾ നമുക്ക് എക്സ്റ്റേണലി അതിന്റെ വൈബ്രേഷൻസ് കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നുള്ളത്. ആളുകൾ ചിലപ്പം നമ്മൾക്ക് വേണ്ടപ്പെട്ടതല്ലാത്ത എനർജീസ് ഉള്ള ആളുകൾ നമ്മളിൽ നിന്ന് ഡിസ്കണക്ട് ആയി പോകും. നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ പുതിയ കണക്ഷൻസ് നമ്മളെ ലൈഫിലേക്ക് വരും. നമ്മൾക്ക് തന്നെ ചിലരുമായിട്ട് റിലേഷൻഷിപ്പിൽ തന്നെ കാര്യമില്ല, സംസാരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവിടെ അൺനെസസറി ആയിട്ട് ആണ് തോന്നുന്നില്ല, അവിടെ നിന്ന് നമ്മളെ മാറി നിൽക്കാൻ തുടങ്ങും. മാഡം സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സൂം മീറ്റിംഗ് ഇത് എനിക്ക് വേണ്ടാന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാനും അതായിരുന്നു ആദ്യം, എന്തിനു വെറുതെ വേസ്റ്റ് ആക്കുന്ന സമയം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതിൽ വന്നു കഴിഞ്ഞപ്പം എന്നെ ഈ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് വന്നു. രണ്ടാമത്തേല് പിന്നെ രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തേല് എനിക്ക് അന്നത്തെ ദിവസം തന്ന കുറച്ച് ഇതിന്റെ ഭാഗമായി തന്ന കുറച്ച് ടാസ്കാണ് എന്നെ ഇത്ര അധികത്തേക്ക് ആകർഷിച്ചത്. കാരണം അതാണ് എന്നെ വലിയൊരു മാറ്റത്തിന് ഇതായത്. കാരണം എന്തിനും എന്റെ തന്നെ ഉണ്ട് എന്നുള്ളതൊന്നും കൂടി ഊട്ടി ഉറപ്പിച്ചു എന്ന് പറയാം നമുക്ക്. കാരണം എല്ലാ കാര്യത്തിനും എന്നെ തന്നെ ഉണ്ടെന്നുള്ള ഒരു ബോധം കിട്ടിയത് അതുള്ളൂ. അപ്പൊ ഈ ആദ്യം പറഞ്ഞത് തന്നെ പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, പക്ഷെ അതൊരു ഭയങ്കര നഷ്ടം എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. അത് കാരണം ഇതിൽ ചിലപ്പോ ചിലർക്ക് സമയത്തിന്റെ ഇതിലിപ്പോ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അത്രയും എനർജി പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള റീസൺസ് ഉണ്ടാവാം. നമുക്ക് ഈ സെഷൻസിൽ, ഇങ്ങനത്തെ സെഷൻസിൽ കയറി നമുക്കൊരു കറേജ് കൂട്ടാനുള്ള ഒരു ഷെയിംഡ് അല്ലാത്ത, ഗിൽറ്റി അല്ലാത്ത ഒരു സ്റ്റേറ്റിൽ നിൽക്കണമെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരു എനർജി വേണം. നമുക്കുള്ളിലെല്ലാം ഇത് 100,000 ആയിട്ട് നമ്മൾക്കുള്ളിൽ എനർജി ഉണ്ട്. ബട്ട് സാഹചര്യങ്ങളും കാര്യങ്ങളും നമ്മുടെ തോട്ട്സും നമ്മളുടെ ബിലീഫ്സും നമ്മൾ അൺനെസസറി ആയിട്ടുള്ള ഇമോഷൻസും വെച്ചുകൊണ്ട് നമ്മൾ അതിനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഉള്ളിലും 1000 തന്നെയാണ്. നമ്മൾ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും പ്രശ്നങ്ങളിലും കുടുങ്ങിക്കിടന്ന് അതിനെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ അറ്റ്ലീസ്റ്റ് നമ്മൾ 300 എബോവ് എങ്കിലും, നമ്മൾക്ക് ഒരു 200ന്റെ എബോവ് എങ്കിലും ഫിയർലെസ് ആയിട്ടുള്ള ഒരു, ഫിയർലെസ് എന്നൊന്നും നമ്മൾ പറയണ്ട, നമുക്ക് നമ്മളെ ജീവിക്കാനുള്ള ഒരു പാകത്തിലേക്ക് നമ്മളെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വലുതാണ്. അപ്പോഴാണ് നമ്മൾക്ക് എന്താവുന്നത്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന അല്ലെ, തോട്ട്സ് ബിക്കംസ് ആക്ഷൻ, ആക്ഷൻസ് ബിക്കം റിയാലിറ്റി അല്ലെ, അങ്ങനെയാണല്ലോ അതിന്റെ സർക്കിൾ പോകുന്നത്. അപ്പൊ ഇത് ആ ഒരു സർക്കിളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ ലൈഫിൽ എന്ത് തന്നെ അച്ചീവ്ഡ് ആകണമെങ്കിലും, ഈ ബിസിനസ്, കരിയർ, റിലേഷൻഷിപ്പ്, പേഴ്സണാലിറ്റി, എല്ലാ കാര്യത്തിലും നമ്മൾക്ക് ഇത് സ്റ്റേബിൾ ആവണമെങ്കിൽ ആ കറേജ് എന്നുള്ള ഒരു എനർജി ലെവലിൽ നമ്മൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹെൽത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, മൈൻഡിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ഹെൽത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, നമ്മളെ സോളിന് വേണ്ട കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുഡ് പാറ്റേൺ അത് സെറ്റ് ആണ് അല്ലെ. നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ അൺനെസസറി, അത് ആവശ്യമില്ലാത്ത, ഇപ്പൊ പറയുന്നത് ഇപ്പോ ദരിദ്ര രാഷ്ട്രങ്ങളെക്കാളും വലിയ ദാരിദ്ര്യമാണ് നമ്മളുടെ ഫുഡിന്റെ ഇൻടേക്ക് എന്നുള്ളതാണ്. അവർക്ക് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് അവര് പിന്നെ എന്താണ് പുവറാണ്. അതായത് ഇൻടേക്കിന്റെ കാര്യത്തിൽ ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഫുഡ് അവർക്ക് കലോറി വേസ്റ്റിലൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഇല്ലാത്തത് കൊണ്ട്. നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡുകളിലൊന്നും ന്യൂട്രിയൻസോ അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ചോ അല്ലെങ്കിൽ ഫൈബർ റിച്ചോ ആയിട്ടുള്ള ഫുഡുകളല്ല നമ്മൾ കഴിക്കുന്നത്. അത് തന്നെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് പോവർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻടേക്ക് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് പോവർട്ടി തന്നെയാണ്. ഐ മീൻ ദാരിദ്ര്യം തന്നെയാണ്. നമ്മൾക്കുള്ളിൽ ഉണ്ടാവുന്ന, നമ്മളെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ദാരിദ്ര്യം തന്നെയാണ്.
ദരിദ്ര രാജ്യം അല്ലെങ്കിൽ ഫുഡ് ഇല്ലാത്ത കൺട്രിയിലാണ്, അവിടെയാണ് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ഇൻടേക്ക് ആവശ്യമുള്ളതല്ല ഇൻടേക്ക് ചെയ്യുന്നത് എങ്കിൽ അവരെക്കാളും നമ്മളാണ് നമ്മളോട് ചെയ്യുന്ന ഒരു അനീതി എന്ന് പറയുന്നത്. സോ മൈൻഡ്, ബോഡി ആൻഡ് സോൾ അലൈൻമെന്റ് ആണ് ഈ ഒരു മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ 200 അബോവിന്. നമുക്ക് പല കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാവും, കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാരണം എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് വരാം, അല്ലെ? ഹെൽത്ത് ഇഷ്യൂസിൽ 200 താഴെ പറയുമ്പോൾ നമ്മള് ശാരീരിക ആവശ്യങ്ങളും അതേപോലെ വികാരങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കിടക്കുന്നത് അങ്ങനെ എടുക്കാവോ? അഡിക്ഷൻസിൽ പോകും. അതിപ്പോ നമ്മൾ ഈവൻ എന്നും നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്ത് എന്തോ ഒരു സീരിയല് കാര്യങ്ങള് അല്ലെങ്കിൽ ഫിലിം അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലാണ് നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് എങ്കിൽ അത് ഒരു ബിലോ 200 എനർജി ലെവൽ ഉള്ളത് ഒന്നിലും ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ലൈഫിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. അഡിക്റ്റഡ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഗതികളിൽ നമ്മൾ ഓവറായിട്ട് അതിൽ കോൺഷ്യസ് ആണോ, ഈവൻ നമ്മളെ ഇപ്പോഴുള്ള ന്യൂസസിൽ പോലും നമ്മൾ അഡിക്റ്റഡ് ആണോ, നമ്മൾക്ക് നമ്മളിൽ നിന്നുള്ള ഒരു ഹോപ്പ്ലെസ്സിലേക്ക് പോകുമ്പോഴാണ് എന്തോ ഒരു പേടിയിലേക്ക് നമ്മൾ പോകുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ കാണുന്ന വാർത്തകളും കാര്യങ്ങളിലും ഒരുപാട് അത് ഇപ്പൊ തന്നെ വാട്സപ്പിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോഴത്തേക്ക് അതൊരു 10 ഗ്രൂപ്പുകളിൽ സെയിം ന്യൂസുകൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഇപ്പോഴത്തെ ഗൾഫ് കൺട്രീസിന്റെ സിറ്റുവേഷൻ വെച്ചിട്ട്, അല്ലെ? അതൊക്കെ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ ആണ്. നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ആവശ്യം ഉള്ളതാണോ? മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഓരോ സെക്കൻഡ് വെച്ചിട്ട് നമ്മൾ അവരെ അനലൈസ് ചെയ്യുന്നുണ്ട്. വാട്സപ്പിൽ നമ്മൾ മെസ്സേജസ് നോക്കണ്ട ആക്കണ്ട എന്നതല്ല ഞാൻ പറയുന്നത്. ഈവൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ചെറിയൊരു ഭീഷണി വന്ന സമയത്ത് ബഹ്റൈനിൽ കുറെ ആളുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സേഫ്റ്റി പ്രശ്നമുണ്ടോ, അവര് ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നാട്ടിലുള്ളവരൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഖത്തറിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മിസൈൽ പോകുന്നതാണ് അവർ കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചത്, ഇതിങ്ങനെ പോകുന്ന ആ ഒരു മിസൈൽ പോകുന്ന ആ ഒരു വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു ത്രില്ലിങ് മൈൻഡ് അല്ലേ അവരിൽ കാണുന്നത്. അല്ലാണ്ട് അങ്ങനെ വീഡിയോ നമ്മളിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ആരെങ്കിലും പേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒരു എന്റർടൈൻമെന്റ് ആക്കിക്കൊണ്ടാണ് അതിനെ ഫോർവേഡ് ചെയ്യുന്നത് പോലും. ആളുകൾ പേടിക്കട്ടെ എന്നുള്ള ഒരു എന്റർടൈൻമെന്റ് മനസ്സിൽ വന്നിട്ടാണ് അത്. ഈവൻ അവിടെ നിന്ന് നമ്മളിപ്പോ നമ്മളെ മുകളിൽ ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷമുള്ള സമയത്ത് നമ്മൾ വീഡിയോ എടുത്ത് ഫോർവേഡ് ചെയ്യാനാണോ ശ്രമിക്കുക? ആരെങ്കിലും രക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മൾ കംഫർട്ട് ആകാനോ വേണ്ടിയിട്ടല്ല ഓടുന്നത്. ഇതൊരു എന്റർടൈൻമെന്റ് ആക്കിക്കൊണ്ട് ആളുകൾ ഭയപ്പെടുകയാണെങ്കിൽ ഭയപ്പെടട്ടെ എന്ന്. ഇങ്ങനെയാണ് പ്രശ്നമാണ് അങ്ങനെ പ്രശ്നമാണെങ്കിൽ എന്തായാലും ആ വീഡിയോ എടുത്ത് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ അതിനെ മനസ്സിലാക്കിയത്. അവരെങ്ങനെയെങ്കിലും അവരെ സെക്യൂരിറ്റി തേടി എന്തെങ്കിലും ചെയ്യാനുള്ള ഓട്ടത്തിലായിരിക്കും. നിങ്ങളെടുത്ത് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കും ആ സമയത്ത്. തീർച്ചയായിട്ടും ഞാൻ ലൈവായിട്ട് ഇത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ നമ്മൾ മൊബൈൽ എന്നുള്ള ഒരു ചിന്തയും നമുക്ക് വരത്തില്ല ആ സമയത്ത്. ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മുടെ നേരെ തലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന പോലെ തോന്നും. അന്നേരം ഭയത്തോടെ എങ്ങോട്ടെങ്കിലും സേഫായ സ്ഥലത്തോട്ട് മാറി നിൽക്കാനാണ് ശ്രമിച്ച് ഇരുന്നത്. അപ്പൊ ആ വീഡിയോ എത്രയോ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഫിയർ. എനിക്ക് ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്ന് ഫോർവേഡ് ചെയ്തു. അപ്പൊ ഞാൻ അവരോട് ഈ ചോദ്യം ചോദിച്ചത്, മേഡം ഇത് സാഡിസ്റ്റ് പറയുന്ന അങ്ങനത്തെ ലിസ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? അത് ഇവർക്ക് ഈ കാര്യം ചെയ്തിരിക്കുന്നത് മേ ബി ഒരു എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ എല്ലാരും ഒന്ന് ഭയപ്പെടട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സംഭവിക്കുന്നുണ്ട്, യുദ്ധം വരാൻ പോവാണ്. അവരുടെ ഉള്ളിലെ ആ ഒരു ചെറിയൊരു ആ ഒരു ക്വാളിറ്റി ആയിരിക്കും. ആ ഒരു സാഡിസ്റ്റ് മൈൻഡിലുള്ളവരും ചെയ്യുന്നുണ്ടാവണം. അപ്പൊ ഞാൻ എന്നെ ഷെയർ ചെയ്ത ആളടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവരത് ഫോർവേഡ് ചെയ്യല്ലോ ചെയ്യുക. അവര് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി ആളുകളെ രക്ഷിക്കാനല്ലേ ചെയ്യാന്നുള്ളതായിരുന്നു ഞാൻ തിരിച്ചു ചോദിച്ചത്. അപ്പോ അത് കണ്ടിട്ട് എത്രയോ ആളുകൾ പേടിച്ചിട്ടുണ്ട്. അവർക്ക് ആ ഒരു പിക്ചർ വരുന്ന സമയത്ത് അവർക്ക് ഗസയും അതേപോലെ ഫലസ്തീനുമാണ് മനസ്സിലേക്ക് ഓടുന്നത്. ആ ഒരു ഭീകരാന്തരീക്ഷമാണോ, ഞങ്ങളെ കാര്യക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെയും ചെയ്യുന്നത് ഒരു വിധത്തിൽ ഈ 200 ബിലോ എനർജി ലെവലിലുള്ള ആളുകൾ, വേറെ പണിയൊന്നുമില്ല, ആളുകളൊന്നും പേടിക്കുകയാണെങ്കിൽ പേടിക്കട്ടെ. നമ്മൾക്ക് എങ്ങനെങ്കിലും അവർക്കൊരു സെക്യൂരിറ്റി കൊടുക്കുന്ന വിധത്തിൽ ആ ഒരു പ്രിക്കോഷൻസ് എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അതൊരു സേഫ് ആണ്, ഡോണ്ട് വെറി അബൌട്ട് മോർ എന്നുള്ള മെസ്സേജസ് എങ്ങനെ പാസ് ചെയ്യാം എന്നുള്ളതാണ്
പേഴ്സണലി എനിക്ക് തോന്നിയത് കേട്ടോ, എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നി, ഞാൻ മാക്സിമം അത് അന്തരീക്ഷം മാറുന്നതായിട്ട് ഇമാജിനേഷൻ കൊടുത്തിട്ട് അതിന്റെ വാർത്തകളാണ് മാക്സിമം ഷെയർ ചെയ്യാൻ ഞാൻ നോക്കിയത്, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എത്രയോ ആളുകൾ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഭയം കൊണ്ട്, അതായത് ഈ വീഡിയോസും കാര്യങ്ങളും നമ്മളെ കയ്യിലുള്ള ഫോണിൽ കാണുന്ന വിഷ്വലും ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തവർക്ക് പോകാൻ പറ്റുമോ, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ, അങ്ങനെയാണോ, ഇവിടെ കുടുങ്ങി പോവോ, അങ്ങനെയാണോ, പേടി വേണം. ബട്ട് ഈ 200 ബിലോയിൽ നിൽക്കുന്ന പേടിയാണോ നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ റീചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ നമ്മളുടെ എനർജി ലെവലിനെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോഗിനെസ് ആണ്. നമ്മളെ ഇമോഷനെ ഏറ്റവും കൂടുതൽ അൺസ്റ്റേബിൾ ആക്കുന്ന കാര്യം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട, നമ്മളെ ഇപ്പോ വേദിക് റെഫറൻസിൽ എടുക്കുവാണെങ്കിൽ പറയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിക്കുകയോ മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമായിട്ട് ചിന്തിക്കുകയോ, നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, വെറുതെ കുറെ സംസാരിക്കും, കുറെ സെയിം പാറ്റേൺസ് തന്നെ ഇങ്ങനെ സംസാരിച്ച് അസുഖങ്ങളെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും ഇങ്ങനെ എന്നും ചിന്തിച്ച് നമ്മൾ അതിങ്ങനെ പാറ്റേൺ ആക്കി നമ്മുടെ ബ്രെയിനിൽ ആ ഒരു പാത്ത് വേസ് നമ്മൾ വഴിയൊരുക്കി കൊടുക്കുകയാണെങ്കിൽ it will be manifest. സോ അതേഴ്സുമായിട്ടുള്ള കാര്യത്തില് ഫോഗിനെസ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാക്കുന്നതാണ്. അതായത് മറ്റുള്ളവരെ കുറിച്ച്, ഇപ്പം ഒരാളില്ലാത്ത സമയത്ത് മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയാം. ഇപ്പൊ ഖുറാനിക് റെഫറൻസ് ഒക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരാളെ കൊല ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണ് അവരുടെ പ്രസൻസിൽ അത് അവരെ കുറിച്ച് കുറ്റം പറയുക എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാ വേദിക്കിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവർ, അതായത് എല്ലാവരെയും വൺനെസ്സിൽ കാണാനാണ് ഡിവൈൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഒരേപോലെ കാണാന്, ഒരേപോലെ അതാണ് ആക്ച്വലി വൺനെസ് എന്ന് പറയുന്നത്. ദൈവികത എന്നൊക്കെ പറയുന്നത് എന്താണ്, എല്ലാവരെയും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ഇമോഷണലി നമ്മൾക്ക് എനർജി ലോസ് ആണ് സംഭവിക്കുന്നത് എങ്കിൽ നമ്മളുമായിട്ടുള്ള കണക്ഷൻസിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഹോബി അതാണ്. നമ്മളുമായിട്ടുള്ള മുസ്തഫക്ക് ഏറ്റവും കൂടുതൽ ഇല്ല ഞാൻ പറയുന്നത്, ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഹോബി കിട്ടുന്നത്, മനസ്സിന് സന്തോഷം കിട്ടുന്നത് അതാണ്. രണ്ടാളെ കുറ്റം പറയുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇവരെ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആ ഒരു ടീമില് അവിടെ ഇരുന്ന് ഗോസിപ്പ് പറയാൻ പാടില്ല. എന്റെ എനർജി എങ്ങനെയും ഡ്രെയിൻ ചെയ്യുന്ന സിസ്റ്റത്തിലാണോ ഞാനിപ്പോ ഉള്ളത്, അങ്ങനെയുള്ള ഒരു ഗാങ്ങിലാണോ ഞാൻ പെട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഗ്രീഫും അങ്ങനെയുള്ള ഇമോഷണലി അവൈലബിൾ ആവേണ്ട സ്ഥലത്താണ്. അത് നമ്മളുടെ എനർജീനെ കുറക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ കറേജിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആകാൻ വേണ്ടി ഫോഗിനെസ് എന്നുള്ളതാണ്. അതിലും അതേഴ്സിന് ഫോഗിനെസ് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഏറ്റവും വെളിച്ചമായിട്ട് അല്ലെ, സ്നേഹമായിട്ട് നമുക്കുള്ളിൽ കിടക്കുന്ന അതിനെ എന്താണ്, എല്ലാ സ്പിരിച്വൽ ആസ്പെക്ട്സിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കർമ്മങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് അല്ലെ, ഫോർഗിവ്നെസ്സിനുള്ള മന്ത്രാസ് ഉണ്ട് അല്ലെ, ഫോർഗിവ്നെസ്സിനുള്ള ദിക്റുകൾ ഉണ്ട്, ഫോർഗിവ്നെസ്സിനുള്ള അല്ലേ ശുക്രില്ലേ നന്ദി പറയാനുള്ള പിന്നെ ദിക്റുകൾ ഉണ്ട്, മന്ത്രാസ് ഉണ്ട് അല്ലെ. നിങ്ങൾ സെർച്ച് ചെയ്തൊക്കെ എല്ലാം എന്താണ്, പ്രെയർ എന്നുള്ളത് എന്താണ്, എല്ലാം റിലേറ്റഡ് നമ്മുടെ ഇമോഷനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ സെൽഫുമായിട്ട് നമ്മളെ പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയുമ്പോൾ പറയാം, അറബിക്കിലുള്ള ടേമാണ് അസ്തഫ്റുല്ലാ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ. അസ്തഫ്റുല്ലാ വത്തുബിലേക്ക്, നീ എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മള് നമുക്കുള്ളിലുള്ള വെഹിക്കിളിനുള്ളിൽ സെൽഫിന് വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ട് നമ്മളെ ശരീരത്തിൽ ഇട്ട് തന്നിട്ടുള്ള അല്ലെ ആ ഒരു സംഭവത്തെ നമ്മൾ എന്താക്കി, മലിനമാക്കി കളഞ്ഞു. അതിനാണ് ഫോർഗിവ്നെസ് ചോദിക്കേണ്ടത്. മനസ്സിലായോ? ഫോർഗിവ്നെസ്സിന് അത്രയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളെ എന്തോ ഒന്നിലേക്ക് ചേർത്താൻ വേണ്ടിയിട്ട്, ഇതിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി അസ്തഫ്റുല്ലാ വത്തുബിലേക്ക് എന്നാണെങ്കിലും മന്ത്രാസ് ആണെങ്കിലും അല്ലെ, ജപങ്ങളാണെങ്കിലും എല്ലാം തന്നെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്, ഫോർഗിവ്നെസ്സിന്റെ പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കർമ്മമായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പൊ നമ്മളെ ഒരു ഫോണാണെങ്കിൽ അതിന്റെ
അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിനീയർക്ക് അറിയാം അല്ലെ, അതിന്റെ ബേസ് എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള മാനുവൽ അതിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ സെൽഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, ഇമോഷണലി നമ്മളെ എനർജി ലെവലിനെ 200ന്റെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സംഗതികൾ അതിന്റെ ക്രിയേറ്റർക്ക് അറിയാം എങ്ങനെയാന്നുള്ളത്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് എന്ത്, ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. അതേഴ്സിനുള്ള ഫോർഗിവ്നെസ്. അതേഴ്സിന് നമ്മൾക്ക് ഫോർഗിവ്നെസ് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുമായിട്ട് ഫോർഗിവ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെൽഫ് ഫോർഗിവ്നെസ് ആണ്. സെൽഫ് ഫോർഗിവ്നെസ് ഉള്ള ആളുകൾക്കാണ് നമ്മൾക്ക് അതേഴ്സിനും ഫോർഗിവ്നെസ് കൊടുക്കാനുണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ സെൽഫ് ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറ്റബോധത്തിൽ ജീവിക്കുന്ന, എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ ജീവിക്കുന്ന ആളുകൾ, അൺസ്റ്റേബിൾ ആയിട്ട് ഇമോഷണലി പറ്റാത്ത ആളുകൾ. അപ്പൊ അത് വരുന്നത് സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർഗിവ്നെസ് നമുക്കുള്ളിൽ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോ ഇന്നത്തെ ടോപ്പിക് ഇത്രയുമാണ്. ഇതിന്റെ സയൻസ് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സംഭവങ്ങൾ ഇത് വരുന്നത്. പക്ഷെ ഈ ഒരു ബേസിക് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. നമുക്ക് അപ്കമിങ് ഡേയ്സിൽ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ നമുക്ക് ഇന്ന് കുറച്ചൊന്ന് ഏർലി വൈൻഡപ്പ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു 2 minutes കൊണ്ട് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഗ്രൂപ്പ് ഒന്ന് ഇതില് എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണോ? കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവര് എന്തെങ്കിലും പുതിയ ഇൻഫർമേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റീസിലാണ് പറയാറ്. അപ്പൊ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. മാത്രല്ല നിങ്ങൾക്ക് ഈ ഒരു നോളജ് ഇപ്പൊ മുസ്തഫക്ക പറഞ്ഞതുപോലെ വൃത്തിയായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന, നമ്മളെ ഡിവൈൻ ഇങ്ങോട്ടേക്ക് വിട്ട തന്നെ ബാക്കിയുള്ളവർക്കും കൂടി സർവീസ് ആയിട്ട് അവർക്കും ഫീസ് കൊടുക്കുക എന്നുള്ളതാണ്, നമ്മൾക്കും അവർക്കും. അപ്പൊ അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പീസ് ഫീൽ ചെയ്യാൻ നമ്മുടെ സെഷൻസിലൂടെ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ അവർക്കും അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ലിങ്ക് കാര്യങ്ങൾ അവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ചോദിക്കാനോ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ചോദിച്ചു. ആരെങ്കിലും പറയണ്ട? അല്ല ഞാൻ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾക്ക് 1000 മേലെ പോകാൻ പറ്റും എന്നൊക്കെയാണ് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത്. ആത്മീയതയിലൂടെ കഴിയും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ഞാൻ റഹ്മാൻ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ 1000 റീച്ച് ചെയ്യണം എന്നിട്ടാണ് ആളുടെ അടുത്ത് ഞാൻ എന്റെ ലക്ഷ്യം അതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വേറൊരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഈ ഹിന്ദുസത്തിൽ പറയും ശ്രീകൃഷ്ണനാണ് 1000 എബോവ് ഉള്ളത് എന്ന് പറയും. ആ ലെവലിലേക്ക് പോകാനാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോ സാർ ഒന്ന് എന്നെ മൊത്തത്തിലൊന്ന് നോക്കി പറയാം. അപ്പൊ ഈ ഒരു ഇപ്പോഴുള്ള ചിന്താഗതികൾ വെച്ചിട്ടൊന്നും നിനക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നിട്ട് ആള് പറയും ചെയ്തു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ വന്നിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ ഒരു സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വന്നിട്ട് ഒരു നല്ലൊരു ഹൈയിലായിരുന്നു, ഇപ്പൊ കുറച്ച് ഡൗൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഈ ക്ലാസ് എനിക്ക് വളരെ യൂസ്ഫുൾ ആണ് പറയാം. ഒന്നും കൂടെ ആ ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ക്ലാരിറ്റി ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സാജി സർ ലേറ്റ് ആയോ? എനിക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് മാത്രമാണ്. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇത് നമ്മള് സെൽഫ്, നമ്മളിൽ തന്നെയാണ് നമ്മുടെ തുടക്കം. അപ്പൊ ഇതിപ്പോ പലരും കാണുന്നത് ഇപ്പൊ ആരെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവര് വിചാരിക്കും എന്താണ് നമ്മളിവിടെ 100 പ്രശ്നമുണ്ട്, അതിന്റെ ഇടയിൽ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ചെന്ന് നിന്നിട്ട് എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത് എന്നുള്ള സാധാരണ ഞാൻ ചിന്തിച്ചിരുന്നത് അങ്ങനെ. ഞാനത് പറഞ്ഞതല്ലേ. അപ്പൊ ഇത് എനിക്കിപ്പോ പറയാനുള്ളത് എങ്ങനെയായിട്ട് ഇതിൽ പങ്കെടുക്കുക, ഇതില് എന്താണ് പറയുന്നത് സെൽഫ്, അത് നമ്മൾ ഉൾക്കൊള്ളുക. അത് 1 or 2 പ്രാവശ്യം വരുമ്പോ അതിന്റെ ഗുണം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. അതാണ് എന്റെ അനുഭവം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ സുവർണാവസരം പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമുക്ക് തുടങ്ങാം. നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് അത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നമായിരിക്കും. ചിലർക്ക് നമുക്ക് കാണുമ്പോൾ നിസ്സാരമായിരിക്കും, വേറെ ആൾക്കത് വലുതായിരിക്കും, അനുഭവിക്കുന്ന ആൾക്കാർ വലുതായിരിക്കും. അപ്പൊ ഞാനും ഇപ്പൊ അങ്ങനെയാണ് വിചാരിക്കും. എന്റെ വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാല്, എന്നെ പലരും ഈ ഫൈനാൻഷ്യലായിട്ട് കുറച്ച് പൈസ ആവശ്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഈ ഇവിടത്തെ യുദ്ധത്തിന്റെ 1-2 ഇതുണ്ടല്ലോ, നമ്മ മുൾമുനയിൽ നിൽക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്തു.
അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് കാണുമ്പോ പിന്നെ അവരൊന്നും വിടൂല എന്നുള്ളതാണ് തൽക്കാലം. പക്ഷെ അതുകൊണ്ട് വല്ല കാര്യണ്ട ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് യൂസ്ഫുൾ ആയത് നമ്മൾ തെരഞ്ഞെടുക്കാനുള്ള നല്ലൊരു സമയമാണ് അത്. നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാം നമുക്ക് എന്താണ് എന്നുള്ളത്. അത് ഇതില് 1 or 2 പ്രാവശ്യം വരുമ്പോ അത് മനസ്സിലാവും അതിന്റെ ഗുണം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതിന് നമ്മുടെ ഒരാളെ പ്രത്യേകിച്ചായിട്ട് ഇത് പറയേണ്ടത്, ഇതിൽ കയറിയവർക്ക് അറിയാം അതിന്റെ ഗുണങ്ങൾ. അപ്പൊ പിന്നെ ഞാൻ ഇത് പറഞ്ഞ് നമുക്ക് ഇതാവുണ്ട്. ബാക്കി നമുക്ക് ഗ്രൂപ്പിൽ